16-ാം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് ഫലം പുറത്തു വന്ന് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലും ആലോചനകളിലുമാണ് മലയാളികൾ ഇന്ന് നിലകൊള്ളുന്നത്. തീർച്ചയായും ഒരു ഇലക്ഷൻ പരാജയത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ആ കമ്മ്യൂണിസ്റ്റ് ധാരയിലുള്ള ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് പരാജയത്തിൻ്റെ കാരണമെന്നും അതിൻ്റെ അന്വേഷണങ്ങളും ഒക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഇലക്ഷൻ ചൂടിൻ്റെ ഇടക്കാണ് ഏപ്രിൽ 24 കോഴിക്കോട് വെച്ച് പ്രൊഫൗണ്ട് ടിവിയുടെ മുഹമ്മദ് റസൂലുള്ള എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ഇൻ്റലക്ച്വൽ ഡിബേറ്റ് സീരീസിൻ്റെ 1-ാം ഭാഗം സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവി ഡോക്ടർ പി കെ പോക്കറും ഇസ്ലാമിക ചിന്തകനായിട്ടുള്ള മുസ്തഫ തൻവീറും തമ്മിലുള്ള ഡിബേറ്റ്. സംവാദകനായിരുന്ന മുസ്തഫ തൻവീർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ആരംഭിക്കാൻ തോന്നുന്നു. എന്തിനാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ഈ ക്യാമ്പയിൻ? എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി? മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാതെ വളരെ വ്യക്തമായ കാര്യമാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, എനിക്ക് തോന്നുന്നു മുസ്ലിങ്ങളല്ലാത്തവർക്ക് പോലും സുപരിചിതമായി കഴിയുന്ന വിധത്തിൽ വളരെ സാർവത്രികമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അറബിക് ഫ്രേസാണത്. മുഹമ്മദുൻ റസൂലുള്ള. മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. അപ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയെ പരിചയമില്ലാത്ത മലയാളികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവ്, ആ പ്രപഞ്ച സൃഷ്ടാവ് മനുഷ്യർക്കിടയിലേക്ക് ഒരു ദൂതനെ പറഞ്ഞേക്കാണ്, ഒരു പ്രവാചകനെ പറഞ്ഞേക്കാണ്. അല്ലെങ്കിൽ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തെ അന്തിമ പ്രവാചകനായി നിശ്ചയിക്കുന്നു. ആ പ്രവാചകന് സന്ദേശങ്ങൾ നൽകുന്നു, വെളിപാടുകൾ നൽകുന്നു. ആ സന്ദേശങ്ങൾ, വെളിപാടുകൾ ആ പ്രവാചകൻ പ്രബോധനം ചെയ്യുന്നു. ഇത് ആ പ്രവാചകന് ലഭിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ. അപ്പോൾ ഖുർആനിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബഷീറൻ വനദീറ വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഇത് ഖുർആനോടെ പറയുന്നത് എന്താ വെച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരിലേക്കുമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിയോഗിച്ചത്. ആ മുഴുവൻ മനുഷ്യർക്കും സന്തോഷവാർത്ത അറിയിക്കുന്നതിന് വേണ്ടി, അവർക്ക് താക്കീത് നൽകുന്നതിന് വേണ്ടി. പക്ഷേ മനുഷ്യരിൽ ഒരുപാട് പേര് അത് മനസ്സിലാക്കുന്നില്ല, അത് തിരിച്ചറിയുന്നില്ല, അത് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് ശരിക്ക് നമ്മളുടെ എന്തുകൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ എന്നുള്ളത്, എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാമ്പയിൻ ആലോചിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ക്രക്സ് അതിലുണ്ട്. കാരണം മുഹമ്മദ് നബി വന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരിലേക്കുമായിട്ടാണ്. ആ പ്രവാചകനെ നിയോഗിച്ചത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും സ്രഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ, ആ സന്ദേശങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടത്, അത് പഠിക്കാൻ ശ്രമിക്കേണ്ടത്, അത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുമാണെന്നുള്ളതാണ് ഖുർആന്റെ പൊസിഷൻ. പക്ഷെ നമ്മളുടെ നാട്ടിൽ അടക്കം ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ പ്രവാചകനെ മനസ്സിലാക്കുന്നു, പിന്തുടരുന്നു. പ്രവാചകൻ ആരാണ് എന്ന് അവർക്കറിയാം. മുഹമ്മദ് നബി എന്ന് കേട്ടിട്ടുണ്ടാവും, ഇപ്പൊ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കേട്ടിട്ടുണ്ടാവും. പക്ഷേ ആരാണ് അദ്ദേഹം, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം, എന്താണ് അദ്ദേഹത്തിന് ലഭിച്ച സന്ദേശം തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാത്ത കുറെ മനുഷ്യന്മാർ നമ്മളുടെ ഇടയിലുണ്ട്. അപ്പൊ അവർക്കിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി നിയോഗിക്കപ്പെട്ടൊരു പ്രവാചകൻ അവർക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ പല ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം. അതാണ്. അപ്പോൾ ഈ ഡിബേറ്റ് സീരീസ് അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഡിബേറ്റ് സീരീസിലൂടെ വ്യത്യസ്ത ദാർശനിക ധാരകളിലായിട്ട് നമ്മൾ സംവദിക്കുന്നു. അതുപോലെ തന്നെ പ്രവാചകൻ്റെ മെസ്സേജും അവർ ലോകത്തെയും അതുപോലെ തന്നെ മനുഷ്യനെയും അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന, മനുഷ്യനെക്കുറിച്ച് പറയുന്ന ആശയങ്ങൾ, അത് രണ്ടിൻ്റെ ഒരു താരതമ്യം, അതിലേതാണ് ശരിയെന്ന ഒരു ചർച്ചയാണല്ലോ ഈ ഒരു സംവാദത്തിലൂടെ കൈമാറാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരു 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ്റെ മെസ്സേജിന് എന്ത് റെലവൻസാണ് ഒരു ആധുനിക കാലത്തുള്ളത്? അത് ഈ ഒരു കാലത്തും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടോ എന്നുള്ളതൊരു ചോദ്യമല്ലേ? അല്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ മെസ്സേജ് അല്ല. ഈ മെസ്സേജ് നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പ്രപഞ്ച സൃഷ്ടാവായ, പ്രപഞ്ച പരിപാലകനായ അള്ളാഹുവിൽ നിന്നുള്ള മെസ്സേജാണ്. ഈ അള്ളാഹ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക്, ചിലർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും ചിലപ്പോൾ ഒരു അവരുടെ മനസ്സിലുള്ള ഒരു മിസ്കോൺസെപ്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള ദൈവസങ്കല്പങ്ങളുണ്ട്. പല ഗോത്ര ദൈവസങ്കല്പങ്ങളും പല പ്രാദേശിക ദൈവസങ്കല്പങ്ങളും പലതരത്തിലുള്ള വിഗ്രഹങ്ങളും അങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഒരു പരികല്പന അല്ല അള്ളാഹു എന്ന് പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് എന്ന് പറയുന്ന ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന, അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന, അവരുടെ ഇതിൻ്റെയൊക്കെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലക്ക് അവർ മനസ്സിലാക്കുന്ന ഒരു എല്ലാത്തിനും അതീതമായൊരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അപ്ലിക്കബിളായ, എല്ലാവർക്കും ബാധകമായൊരു മെസ്സേജാണ്. ആ മെസ്സേജുമായി അതെന്ന് വന്നാലും, അത് എത്ര കൊല്ലം മുമ്പ് വന്നാലും എത്ര കൊല്ലത്തിന് ശേഷം വന്നാലും, ഒരാൾ
ആ പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നുള്ളൊരു മെസ്സേജുമായിട്ട് കടന്നു വരുമ്പോൾ അത് എപ്പോഴും റെലവൻ്റ് ആണ്. ഇപ്പോൾ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബക്കറയിലുള്ള ഖുർആനിൽ വളരെ വളരെ പ്രസിദ്ധമായൊരു വേഴ്സ് ഉണ്ട്. അവിടെ ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്നു മനുഷ്യർ എന്നുള്ള നിലക്ക്. ആ സമയത്ത് നിങ്ങൾക്ക് ഗൈഡൻസ് ആവശ്യമുണ്ട്. ആ ഗൈഡൻസ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് വളരെ സെൻട്രൽ ആയൊരു ക്വസ്റ്റ്യൻ ആണ്. ഖുർആൻ അതിന് വളരെ മനോഹരമായിട്ടാണ് പിന്നെ മറുപടി പറയുന്നത്. അവിടെ ഖുർആൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോൾ ആ മാർഗദർശനം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ആ മാർഗദർശനം പിന്തുടർന്നാൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. അതായത് ഫമൻ തബിയ ഹുദായ ഫലാ ഹൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾ എന്നിൽ നിന്ന് കിട്ടുന്ന ഗൈഡൻസ്, എന്നിൽ നിന്ന് കിട്ടുന്ന മാർഗദർശനം നിങ്ങൾ പിന്തുടരാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല, ഖേദിക്കേണ്ടി വരില്ല, നിങ്ങൾ ഒന്നിനെയും ഭയക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഗൈഡൻസ് അവിടെയാണ് ശരിക്കും നമ്മൾ ഊന്നുന്നതും. ഇപ്പോൾ മാർക്സിസം എന്ന് പറയുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി തോറ്റേനെ പറ്റി പിന്നെ അസീം പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടി തോറ്റു എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും UDF-ലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട്. അപ്പൊ അതൊരു എലക്ഷനിൽ പിന്നെ പല മുന്നണികളിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ ഉണ്ടാവും. ചിലപ്പോൾ പ്രധാനപ്പെട്ട കേരളത്തിലെ വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുള്ള മുന്നണി എന്നുള്ള നിലക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖമുള്ള മുന്നണിയാണ് പരാജയപ്പെട്ടതെന്ന് പറയാം. അപ്പൊ അതൊരു എലക്ഷൻ ഫെയിലറാണ്. അവർ തോൽക്കാം ജയിക്കാം. കേരളത്തിലൊരു സാഹചര്യത്തിൽ പല ഇലക്ഷനുകളിലും പലരും മാറി മാറി ജയിക്കാറും തോൽക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതിലുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം മാർക്സിസം എന്ന് പറയുന്ന ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ പല ഫിലോസോഫിക്കൽ ട്രെൻഡുകളിലുള്ള ആൾക്കാരായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ഇന്റലക്ച്വൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിലൂടെ നമ്മൾ പ്രധാനമായും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ്. അതായത് ഏതെങ്കിലുമൊക്കെ ഫിലോസഫേഴ്സിന്റെ ഇന്റലക്ച്വൽസിന്റെ ടെക്സ്റ്റുകളിൽ നിന്ന് നിങ്ങൾ ജീവിത ദർശനം രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതെപ്പോഴും എറോനിയസ് ആണ്, എപ്പോഴും അബദ്ധങ്ങൾ ഉണ്ടാകുന്ന സാധനമാണ്. ഇപ്പോൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് തോൽവിക്കപ്പുറം മാർക്സിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിയിൽ നിന്നൊരു ജീവിത വീക്ഷണം കരുപ്പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. അതല്ല, ഒരിക്കലും തെറ്റുപറ്റാത്ത ജീവിത വീക്ഷണം ശരിക്കും നമ്മളെ സൃഷ്ടിച്ച പടച്ചോൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. അത് മുഹമ്മദ് നബിയുടെ മെസ്സേജിലാണ് ഉള്ളതെന്ന് പറയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ ഈ ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസിൽ വഴി നമ്മൾ സ്ട്രെസ് ചെയ്യാൻ ശ്രമിക്കുന്ന മെസ്സേജ് അതാണ്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പുറത്തു നിന്നൊരാൾ ഈ ഒരു ഡിബേറ്റിനെ നോക്കിക്കാണുന്ന എന്തുകൊണ്ട് മാർക്സിസം തിരഞ്ഞെടുക്കുന്നു ഒരു ഫസ്റ്റ് ഇന്റലക്ച്വൽ ഡിബേറ്റ് സീരീസിൻ്റെ ആമുഖത്തിൽ എന്ന് ചോദിച്ചാൽ? അല്ല, മാർക്സിസം മാത്രമല്ല, നമ്മളെ എല്ലാതരം ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ ഡിബേറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മാർക്സിസം അത് ആദ്യം എന്ന് പറഞ്ഞാൽ ബോധപൂർവം ആദ്യം മാർക്സിസം ആയിരിക്കണം എന്ന് തീരുമാനിച്ച് ചെയ്തതൊന്നുമല്ല. സ്വാഭാവികമായി ഡിബേറ്റ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾക്കൊരു സൈഡിൽ നിന്ന് ഒരാളെ കിട്ടണം, അവരുടെ ഡേറ്റ് റെഡി ആവണം, അവൈലബിലിറ്റി, അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വെച്ച് അത് യാദൃച്ഛികമായ ആദ്യത്തത് മാർക്സിസമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കേരളം എന്നല്ല, ലോകത്തെ എവിടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് അല്ല മാർക്സിസം. വേറെ പല ദർശനങ്ങൾക്കും ഉള്ള അത്ര സ്വാധീനം ശരിക്കും മാർക്സിസത്തിനില്ല. പക്ഷേ ബട്ട് സ്റ്റിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ആ ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരോട് നിങ്ങൾ മാർക്സിൽ നിന്ന് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച്, ദൗത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ മാർക്സ് ഒരു മനുഷ്യനാണ്. അത് അയാളുടെ ബുദ്ധിപരമായ വ്യായാമങ്ങൾ മാത്രമാണ്. അത് എപ്പോഴും അബദ്ധങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഏത് മനുഷ്യൻ അങ്ങനത്തെ ആശയങ്ങൾ അവതരിപ്പിച്ചാലും അബദ്ധങ്ങൾ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ തെറ്റുപറ്റാത്ത ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടാവിൽ നിന്ന് തന്നെ നമ്മൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുമായിട്ടാണ് പ്രവാചകന്മാർ കടന്നു വന്നത്. അപ്പോൾ ആ പ്രവാചകന്മാരിൽ അവസാനത്തെ ആൾ, അതായത് മാർക്സിൽ നിന്ന് മുഹമ്മദ് നബിയിലേക്ക്, മാർക്സിൻ്റെ അടുത്തൊന്നും ഇല്ല എന്നല്ല, പക്ഷേ ഈ ഫണ്ടമെന്റൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അത് പ്രവാചകനിൽ നിന്ന് സ്വരൂപിക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടതെന്നുള്ള നിലക്കാണ് നമ്മൾ അങ്ങനത്തെ ഒരു ഡിബേറ്റ് നടത്തുന്നത്. തീർച്ചയായിട്ടും അതിലെ ഒരു മോഡറേഷൻ പൂർത്തിയാക്കാൻ സാധിച്ചതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, അൽഹംദുലില്ലാ. അതിൽ ഞാൻ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഇപ്പോൾ രണ്ടുപേരുടെയും വിഷയാവതരണം, പിന്നെ വിഷയാവതരണത്തോടുള്ള പ്രതികരണം 4:45 മുതൽ ഒരു 6:30 വരെ അങ്ങനെയാണ് അത് മുന്നോട്ട് പോയത്. പിന്നെ രണ്ടുപേരുടെ ഒരു ഉപസംഹാരം പോലെ അവരുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇതിൽ പരസ്പരം രണ്ടുപേരും പറയാൻ ശ്രമിച്ചതിൽ പോക്കമാഷ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാർക്സ് ഒരു മനുഷ്യൻ്റെ ഈ ഒരു ഫണ്ടമെൻ്റലായ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ആ സമസ്യകൾക്കുള്ള ഒരു പരിഹാരങ്ങളും നിർദ്ദേശിച്ചു എന്ന് ഊന്നാൻ അങ്ങനൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. അതിനെത്രത്തോളം ഒരു സാധുതയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പൊളിറ്റിക്കലായ ഫെയിലിയറിലേക്ക് ആണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അവർ അന്വേഷിക്കുന്നു. അപ്പോഴും എല്ലാവരും ഒരു സോഷ്യൽ മീഡിയകളിലാകട്ടെ അവരുടെ എഴുത്തുകളിലാകട്ടെ കമ്മ്യൂണിസത്തിന് പ്രത്യയശാസ്ത്രപരമായ ഒരു പരാജയമല്ല
ഇതിന് ഇനിയും റെലവൻസ് ഉണ്ട്, ഇതിന് ഇനിയും പോസിബിലിറ്റീസ് ഉണ്ട്, അത് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ വെക്കുന്നു. ഞാനൊരു രാഷ്ട്രീയ തിരിച്ചുവരവിനെ കുറിച്ചല്ല സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയം, അതിനൊരു പ്രസക്തി ശരിക്കും നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ. അല്ല, കമ്മ്യൂണിസം ഞാൻ പറഞ്ഞല്ലോ, അതായത് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പോൾ ലോകത്ത് വളരെ കുറവാണ്. കുറവായതിന് കാരണം അത് കൊളാപ്സ്ഡ് ആയി എന്നുള്ളതാണ്. കാരണം മുമ്പ് അതിനുണ്ടായിരുന്ന, അത് സൃഷ്ടിച്ചിരുന്ന ഒരു ഇല്യൂഷൻ ഉണ്ട്, അതൊരു പരമസത്യമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതങ്ങനെ അല്ല എന്നുള്ളത് പ്രാക്ടിക്കലി ഇപ്പോൾ അതിൻ്റെ ആൾക്കാർക്ക് പോലും അറിയാം. അപ്പോൾ നമ്മൾ കേരളത്തിലൊരു, ഞാൻ പറഞ്ഞു, എലക്ഷൻ ഫെയിലർ എന്നുള്ളതല്ല, അത് ആണ് കമ്മ്യൂണിസത്തിൻ്റെ കൊളാപ്സിൻ്റെ തെളിവ് എന്നുള്ള നിലക്കല്ല നമ്മൾ പറയുന്നത്. അത് കേരളത്തിലെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ എത്രത്തോളം കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. അവരൊരുപാട് കോംപ്രമൈസ് ചെയ്തും ഒരുപാട് വാട്ടർ ഡൗൺ ചെയ്തിട്ടുമാണ് ഐഡിയോളജി ഉപയോഗിക്കുന്നത്. പക്ഷേ തീർച്ചയായും ഒരു മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള നിലക്ക് മാർക്സിസത്തിൻ്റെ ഐഡിയോളജിക്കൽ ഇൻഫ്ലുവൻസുകൾ അതിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അവർ പോലും അത് കോംപ്രമൈസ് ചെയ്തിട്ടാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇലക്ഷനിൽ പരാജയപ്പെട്ടതിന് വെച്ചിട്ടല്ല നമ്മളതിനെ വിശകലനം ചെയ്യേണ്ടത്. അതിന് കമ്മ്യൂണിസത്തിന് ഒരു ഗ്ലോബൽ ഹിസ്റ്ററി ഉണ്ടല്ലോ. ആ ഗ്ലോബൽ ഹിസ്റ്ററിയിൽ തന്നെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കൊളാപ്സ്ഡായി നിൽക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ ഡിബേറ്റിൽ അതാണ്, അതായത് പോക്കർ മാഷ് പറഞ്ഞത് അതാണ്. നമ്മളെന്താണോ ആ ഡിബേറ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതിലേക്ക് തന്നെയാണ് അദ്ദേഹം വന്നത്. കാരണം അദ്ദേഹം അതായത് മാർക്സ് ആണ് ഇതൊക്കെ വിശദീകരിച്ച് തന്നത്, മാർക്സിൽ നിന്നാണ് ഈ ആശയങ്ങൾ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറയാണ്. ആ ഡിബേറ്റിലുടനീളം ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ വരുന്നൊരു സെൻട്രൽ ഇഷ്യൂ അതാണ്. അതായത് എവിടുന്നാണ് നിങ്ങൾ ഈ അറിവ് എടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു ഇൻ്റലക്ച്വൽ, ആ ഇൻ്റലക്ച്വലിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ ഈ അറിവുകളും ഈ മാർഗദർശനം എടുക്കുന്നു എന്നുള്ള നിലക്കാണ് അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അവിടെ ആ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ബേസിനെയാണ് ഡിബേറ്റിൽ നമ്മൾ കാര്യമായി ഡിസ്കസ് ചെയ്തത്. അത് അങ്ങനെയല്ല. നമ്മളെന്താ വെച്ചാൽ അതിൽ ലോജിക്കലി ഒരു സെൻസും ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്താവ്യായാമങ്ങളിൽ നിന്ന് പ്രപഞ്ചത്തെയും മനുഷ്യനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ ഒരർത്ഥമില്ല. അതേസമയം ഇത് നമ്മളെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആ ഗൈഡൻസ് കിട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യം, ആ കാര്യത്തിലാണ് നമ്മൾ ഊന്നിയത്. അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ല. അത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അത് കാണാൻ സാധിക്കും. ഈ ആമുഖം ഇവിടെ വിരാമം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും മുഹമ്മദ് റസൂലുള്ള എന്ന ഈ ക്യാമ്പയിന് തുടരാണ്. ഈ മെസ്സേജ് എല്ലാവരുടേതും കൂടിയാണ്. അപ്പോൾ കൂടുതൽ അറിയാൻ നമ്മളെ പ്രൊഫോൺ ടിവിയുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. കണക്ട് ചെയ്യാവുന്നതാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും